ഒരു പുതിയൊരു സ്കാനർ നമ്മുടെ ബ്രേക്ക് പോയിന്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അതിൻ്റെ പേര് ETF ഡാഷ്ബോർഡ് എന്നായിരുന്നു. ഇതിൽ മെയിൻലി നമുക്കൊരു നോ ലോസ് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്വിംഗ് ട്രേഡ് ചെയ്തുകൊണ്ട് ലോസ് വരാണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് മാത്രം ബുക്ക് ചെയ്തിട്ട് വരുന്ന ഇപ്പോൾ ഒരു സ്കാനറാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 60ഓളം ETF നമ്മൾ ട്രാക്ക് ചെയ്ത് അതിൽ ഒരു റാങ്കിങ് സിസ്റ്റം കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. അതായത് ഓരോ ദിവസവും അതിൻ്റെ റാങ്കിങ് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ റാങ്കിങ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഈ സ്റ്റോക്കുകളിൽ, അതായത് ഈ ETF നമ്മൾ നിക്ഷേപിച്ചിട്ട് ഒരു കാലയളവ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഇതിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മളൊരു 30 പാർട്ടാക്കി മാറ്റിയിട്ടായിരുന്നു നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഓരോ ETF ട്രേഡിലും. അതായത് ഒരു 1 ലക്ഷം ആണെങ്കിൽ നമുക്ക് ഒരു ട്രേഡിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 3333 രൂപയാണ്. നമുക്ക് അതിൻ്റെ 5% ടാർഗറ്റ് നോക്കിയാൽ നമുക്ക് വരുന്നത് ഒരു 167 രൂപയാണ്. ഒരു മാസം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഒരു 5% ആണെങ്കിൽ ഈ 5% നമ്മൾ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 50% മുതൽ 60% വരെ ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഈവൻ നമുക്കൊരു 30% വരെ കിട്ടിയാലും ഒരു ലോങ് ടേമിൽ ഒരു വെൽത്ത് അക്യൂമുലേഷൻ സ്ട്രാറ്റജി തന്നെയാണത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൻ്റെ സ്ട്രാറ്റജി ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ കൂടുതൽ കൊടുത്തായിരുന്നു. എന്താണ് ഇത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ മെത്തേഡ്സ് എങ്ങനെയാണ്, അങ്ങനെ എല്ലാം നമ്മൾ കൊടുത്തിരുന്നതിനകത്ത്. ഇവിടെ ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു സംഭവം കൊടുത്തായിരുന്നു. എത്ര 5% വെച്ചാണ് നമ്മൾ ഗെയിൻ കിട്ടണമെങ്കിൽ നമ്മളത് ഒരു 10 ഇയേഴ്സ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന ഗെയിനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു അപ്രോക്സിമേറ്റ് 10.5 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു 10 crore ആണ്. അതുപോലെ ഞാനിവിടെ ഒരു ഗ്രോത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 3% വെച്ചാണ് ബുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും നമുക്ക് വരുന്ന ഒരു പ്രോഫിറ്റ് ഇൻക്രീസ് ആണ്. 1 ലക്ഷം ഇനീഷ്യൽ ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് വരുന്ന ഓരോ മാസവും വരുന്ന ഇൻക്രീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ടോട്ടൽ ഒരു 142 മാസം വന്നു കഴിയുമ്പോൾ നമുക്ക് വരുന്ന റിട്ടേൺസ് ആണ് ഈ 5% അല്ലെങ്കിൽ 3% അല്ലെങ്കിൽ 6% വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വരുന്ന റിട്ടേൺസിൻ്റെ ഒരു ടേബിളാണ് ഈ കാണിക്കുന്നത്.